മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പവിത്രം. പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. എന്നാൽ അപ്പോഴേക്കും പ്രേക്ഷകർ അത്രയധികം ഈ പരമ്പരയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. പരമ്പര പെട്ടെന്ന് അവസാനിച്ചത് പ്രേക്ഷകർക്ക് ഏറെ നിരാശയുണ്ടാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 30 ആയിരുന്നു പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ്. പ്രേക്ഷകർ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു പവിത്രത്തിൻ്റേത്. അതുവരെ നല്ല ഹൈപ്പിലുണ്ടായിരുന്ന പരമ്പര, പ്രേക്ഷകർ അത്രയും ഏറ്റെടുത്തിരുന്ന പരമ്പരയ്ക്ക് ക്ലൈമാക്സ് എല്ലാവരെയും നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിപ്പോയി, ഇങ്ങനെയൊന്നുമായിരുന്നില്ല പ്രതീക്ഷിച്ചത് എന്നൊക്കെ തുടങ്ങി ഒരുപാട് കമൻസുകൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പരമ്പരയുടെ രണ്ടാം ഭാഗം മെയ് 18 മുതൽ ആരംഭിക്കുന്നു എന്നായിരുന്നു പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ മെയ് 18 പരമ്പര ആരംഭിക്കാൻ സാധിക്കില്ല എന്നും 25 മുതലാണ് ഇനി പരമ്പര ആരംഭിക്കാൻ പോകുന്നത് എന്നുമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകരും. വളരെയധികം ഏറ്റെടുത്തിരുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു പവിത്രം എന്നത്. പവിത്രത്തിൻ്റെ ക്ലൈമാക്സോടുകൂടി ചില പ്രേക്ഷകർ ഈ ഒരു പരമ്പരയോട് നിരാശ തോന്നിയിട്ടുണ്ട്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ കഥാപാത്രങ്ങളെ മാറ്റരുതെന്നും പ്രത്യേകിച്ചും പരമ്പരയിലെ നായികയായ വേദ വിക്രം എന്നിവരെ, അതായത് ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത് സുരഭി ലക്ഷ്മിയും ശ്രീകാന്ത് ശശിധരനുമാണ്, ഇരുവരെയും ഒരിക്കലും മാറ്റരുതെന്നും മറ്റു കഥാപാത്രങ്ങളെയും മാറ്റുന്നതിനോട് താല്പര്യമില്ല എന്നൊക്കെയാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ. എന്നിരുന്നാൽ കൂടിയും ചില കഥാപാത്രങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൽ പ്രധാന കഥാപാത്രങ്ങളാണോ എന്നൊന്നും തന്നെ ഇപ്പോൾ സൂചനകൾ ലഭിച്ചിട്ടുമില്ല. ഏതായാലും പ്രേക്ഷകർ മെയ് 25 മുതൽ പവിത്രം എന്ന സീരിയലിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ആരൊക്കെയാണ് പുതിയ കഥാപാത്രങ്ങൾ, അതുമല്ലെങ്കിൽ എന്തായിരിക്കും പുതിയ കഥയിൽ വലിയ മാറ്റമൊന്നും വരുത്തരുത് എന്നൊക്കെയാണ് പല പ്രേക്ഷകർക്കും പറയാനുള്ളത്. കാരണം പവിത്രം എന്ന പരമ്പര അത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പരമ്പരയിൽ കഥാഗതി മാറ്റുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അത് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതുപോലൊരു കാര്യം തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പവിത്രം എന്ന പരമ്പര തുടക്കം മുതൽ തന്നെ പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. എന്നാൽ പരമ്പരയുടെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴാണ് പ്രേക്ഷകർക്ക് ഏറെ നിരാശയിലാഴ്ത്തിയത്. കാരണം ഒരിക്കലും പ്രേക്ഷകർ ഇതുവരെ ചിന്തിക്കാത്ത വഴിത്തിരിവുകളിലൂടെയൊക്കെയാണ് പരമ്പരയുടെ അവസാന ഭാഗം എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും അത് കഥയുടെ മാറ്റത്തിൽ നിരാശയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു കഥാഗതി തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് പലർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും മാറ്റം വരുത്താതെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ആശംസകളും